നാടകപ്രവർത്തകൻ കെ.പി. ദാമുവിന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സദസ്സും സാംസ്കാരിക സായാഹ്നവും തൊട്ടിൽപ്പാലം കുടലിൽ നടന്നു. ഇ.വി. വത്സൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൊട്ടിൽപ്പാലത്തിനടുത്ത് കൂടൽ എന്ന കൊച്ചുഗ്രാമത്തെ സാംസ്കാരിക ലോകത്തിന് പരിചയപ്പെടുത്തിയ കലാകാരൻ കെ.പി. ദാമുവിന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു. രജീഷ് വി.കെ. സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് അംഗം കെ.വി. തങ്കമണി അധ്യക്ഷത വഹിച്ചു. കെ. കൃഷ്ണൻ, എ.കെ. അഗസ്റ്റി, ജയൻ പൂക്കാട്, ബാബു മമ്പള്ളി, ശ്രീജിത്ത് കൈവേലി, പ്രദീപ് ശങ്കർ, പി.പി. ചന്ദ്രൻ, ടി.എം. മൊയ്തു, സി.എച്ച്. കുഞ്ഞിക്കണ്ണൻ, കെ. അശോകൻ, സാജിദ, ഫിറോസ്, ജസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. നാടക പ്രവർത്തകർ, വിവിധ തലങ്ങളിൽ കഴിവ് തെളിയിച്ചവർ എന്നിവരെ ആദരിച്ചു. ഒ.കെ. രാജീവൻ നന്ദി രേഖപ്പെടുത്തി. വൈകിട്ട് നടന്ന സാംസ്കാരിക സായാഹ്നം സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് ഇ.വി. വത്സൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ടവർ ഇതുപോലുള്ള ക്ലബ്ബുകൾ അവരെ ഓർമ്മിക്കുന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ്. കെ.പി. ദാമുവിനെ പോലെ ആവണം എനിക്കും എന്നുള്ളൊരാഗ്രഹമാണ് എനിക്ക് ഈ വേദി വെച്ചത്. കാരണം അത്രയും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ, അതുകൊണ്ടുള്ള അഭിമാനം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം പങ്കുവെക്കുകയാണ്. ഇനി ഞാൻ പറഞ്ഞു വരുന്ന ഒരു 15 മിനിറ്റ് കൂടിയേ പറയും. അജ്മൽ ചാത്തോത്ത് സ്വാഗതം പറഞ്ഞു. എ.ആർ. വിജയൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ നവാസ് മൂന്നാങ്കൈ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി. സുരേന്ദ്രൻ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് അംഗം കെ.വി. തങ്കമണി, ചന്ദ്രൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. രജീഷ് വി.കെ. നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് പ്രാദേശിക കലാകാരന്മാർ ഒരുക്കിയ കലാപരിപാടികൾ നടന്നു. നാട്ടുകാർ ഒരുക്കിയ ചിരുകണ്ഠൻ സ്മാരക യു.പി. സ്കൂൾ ചെരണ്ടാപുരം നാടകവും അരങ്ങേറി. തിരുവിതാംകൂർ മഹാരാജാവിന്റെ സ്വഭാവം, തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഒരു ശക്തി, തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഒരു കഴിവ്, ഞാൻ എന്താ മാഷ എഴുതേണ്ടത്? വായ്പാട്ട് നാട്യസംഘം കോഴിക്കോട് അവതരിപ്പിച്ച വാമൊഴിയാട്ടം നാടൻ കലാമേളയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കുറ്റ്യാടി.